ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 1.5 kg വെയിറ്റ് വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വൈറ്റ് വിനാഗിരി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി അരിച്ചെടുക്കാൻ വേണ്ടി ഒരു സീവറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഈ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി 3 തവണ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് എഗ് യോക്കിലേക്ക് 1.5 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എഗ് വൈറ്റിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി എഗ് വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പതഞ്ഞ് വന്നാൽ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു 1.25 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ നേരിയ തരിയുള്ള പഞ്ചസാര ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല കട്ടിയുള്ള തരിയുള്ളതാണെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ ക്രിസ്റ്റൽസ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നേർക്ക് മെൽറ്റ് ആവാതെ കിടക്കും. അതുകൊണ്ട് നേരിയ തരികൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച എഗ് യോക്ക് ഓരോന്നായിട്ട് ഈ എഗ് വൈറ്റിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബട്ടർ മിൽക്ക് നന്നായി പിരിഞ്ഞ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഫ്ലോറിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്താൽ നമ്മൾ കേക്കിലേക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ ഓയിലൊന്നും അങ്ങനെ അടിയിൽ പോയി നിന്ന് കട്ട കെട്ടിയിട്ടൊന്നും നിൽക്കില്ല. നല്ല ഈവണായിട്ട് എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടും. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഫ്ലോറും ഉണ്ടാക്കി വെച്ച പാലിൻ്റെയും ഓയിലിൻ്റെയും മിക്സും കൂടി നമുക്ക് ഇടവിട്ടിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ടൊമാറ്റോ റെഡിൻ്റെ ലിക്വിഡ് കളറും സൂപ്പർ റെഡിൻ്റെ ജെൽ കളറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ റെഡും പിന്നെ ഒരു 7 ഡ്രോപ്സ് ജെൽ കളറും കൂടി ആഡ് ചെയ്താൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിന് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ റാസ്ബെറി റെഡിൻ്റെ ലിക്വിഡ് കളറും ആഡ് ചെയ്തെടുക്കാം. അത് നല്ലൊരു ബ്രൈറ്റ് കളർ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 1.5 kg അളവിൽ ഉണ്ടാക്കിയതെങ്കിലും അവർക്ക് കുറച്ച് പരന്നിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു 10 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 തവണ ടാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു പോർഷൻ ഞാൻ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം.
ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഫോമിലായിട്ട് നമ്മൾ ക്രീം ഉണ്ടാകേണ്ടത്. നമ്മൾ ഫ്രീസറിൽ വെച്ച ക്രീം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ നല്ല ലിക്വിഡ് ഫോമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരിക്കണം. 1.5 കപ്പ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഒന്ന് സ്റ്റിഫായി വന്നാൽ നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് അധികമാകാതെ ശ്രദ്ധിക്കണം. അധികമായാൽ നമ്മുടെ ക്രീം ലൂസായി പോവും. ഇനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് 2 kg ഒരു ബോർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ഒരുപോലെ തന്നെ ഒരേ ഹൈറ്റിൽ ലെവലിൽ ക്രീം വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, എടുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത കേക്കാണിത്. ഇനി അതിന് മുകളിലേക്ക് നന്നായി തന്നെ സൈഡിൽ മുകളിലൊക്കെ ക്രീം കൊടുത്തിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായി തന്നെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഫിനിഷായ കേക്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു പോഷൻ മാറ്റി വെച്ചിട്ടില്ല, അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത പൗഡറാണിത്. അപ്പോൾ അതിങ്ങനെ ഒരു ഇതൊന്നും വെച്ചിട്ട് ഇങ്ങനെ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരിയ തിരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ഈസി ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ മൊത്തമായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സൈഡിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോസിലെടുത്തിട്ട് അതിൽ ക്രീമിലേക്ക് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനൊരു ഡിസൈൻ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് ഞാൻ അതിന് സൈഡിലേക്ക് ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോസിലൊന്നും ഇല്ലാണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിന് രണ്ടറ്റത്തും ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഷുഗർ ബോൾസ്, എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസ് എന്തെങ്കിലും ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഫോണ്ടൻറ്റിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതും അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.